ഐഷ്ണു ബ്ലോഗ്സിൻ്റെ പുതിയൊരു ട്രാവൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പൂവാറിലോട്ട് പോവുകയാണ്, നമ്മുടെ ഗോഗോ ലാൻഡ്. എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ നമ്മുടെ പൂവാറിലെ നമ്മുടെ പ്രോ ഡ്രൈവറായ ശാലുവാണ് ഇതാ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് കാർ ഓട്ടിക്കുന്നത്. അതിൻ്റേതായുള്ള ജാടയൊക്കെ അവർക്കുണ്ട്. ഇതാ ബാക്ക് ഇടുന്നുണ്ട്. ആദ്യം ഇങ്ങനെ നോക്കുന്നുണ്ട്. കാവ്യുണ്ട്, പിന്നെ ആരാണ് നാദി, പിന്നെ നമ്മുടെ കുട്ടീസ് എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്, അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. The destination is on the right. ഇത് തന്നെ, ഇതിനകത്ത് തന്നെ. ഇത് എവിടെ പ്രാർത്ഥിച്ച് പാർക്ക് ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ശാലിയോട് കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ കാര്യമാക്കണ്ട, അവളുടെ പൊട്ടത്തരം. അവളെപ്പോഴും ഇങ്ങനെ തന്നെയാണ്, കാര്യമാക്കണ്ട. പിന്നെ ഞങ്ങളെ കണ്ടതും സെക്യൂരിറ്റി ഓടി വന്നിട്ടുണ്ട് കാർ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് ഗോഗോ ലാൻഡിലോട്ട് ആദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ആണ് കേട്ടോ. കാരണം എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളും റേറ്റും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡാണ്. എല്ലാ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ ചെന്നിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ്, തിരിച്ച് വരുന്നവരെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഇൻക്ലൂഡാണ്. അപ്പം ആദ്യമായിട്ടൊക്കെ പോകുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നിന്ന് ഒരു ബോട്ടിലോട്ട് കയറ്റിയിട്ടാണ് നമ്മൾ ആ റിസോർട്ടിലൂടെ നമ്മൾ പോകുന്നത്. അവിടെയാണ് കാര്യങ്ങളെല്ലാം. ഇവിടെ ജസ്റ്റ് കാർ പാർക്കിംഗ് ആണ്. ഇവിടെ ഒരു ബോട്ടിൽ കയറിയിട്ടാണ് നമ്മളെ അവരപ്പുറത്തോട്ടേക്ക് എത്തിക്കുന്നത്. കുറച്ചൊരു 5 മിനിറ്റ് യാത്രയേ ഉള്ളൂ കേട്ടോ. ആ ബോട്ടിൽ ഒരുപാട് സമയമൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ. അപ്പുറം ഇപ്പുറം ഒരു കടത്ത് പോലെയാണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തി, ബോട്ടിൽ കയറി ഞങ്ങളവിടെ എത്തി. ഇനി അവിടെ നിന്ന് നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, കാണാനൊക്കെ നല്ല രസമാണ്. ഇങ്ങനെ കുറേ നടന്ന് ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. നമ്മൾ 4 അഡൽസും 5 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മോൾക്ക് 9 വയസ്സായതുകൊണ്ട് അവളെ കിഡിൻ്റെ സെക്ഷനിൽ അവർ ഇൻക്ലൂഡ് ചെയ്തില്ല. ശാലുവിൻ്റെ നാദിയുടെ കാവ്യയുടെ കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് 5 വയസ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ടോട്ടലി ഫ്രീ ആണ്. ഇഷ്യൂവിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഹാഫ് പേയ്മെൻ്റ് ആണ്, ഫുൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഹാഫ് പേയ്മെൻറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇവിടെയാണ് പേയ്മെൻറ്റ് എല്ലാം ചെയ്യേണ്ടത്. അഡൽസിന് 997 രൂപയും കിഡ്സിന് 796 രൂപയാണ് അത് ചാർജ് ഈടാക്കുന്നത്. കിഡ്സ് എന്ന് പറയുമ്പോൾ 5 വയസ്സുള്ള കുട്ടികൾക്ക് ടോട്ടലി ഫ്രീ ആണ്. ഇതിനകത്ത് നമുക്ക് ഫുഡും എല്ലാം ഇൻക്ലൂഡാണ്. അപ്പോൾ നമ്മളിതെല്ലാം പേയ്മെൻറ്റ് എല്ലാം നമ്മൾ ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തരും. നമ്മളതെല്ലാം കുറിച്ചിട്ട് നമ്മൾ മുകളിലോട്ട് നമ്മൾ ഒരു ലോക്കർ നമുക്ക് വേണം. നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ ലോക്കറൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ റിസപ്ഷനിലോട്ട് വന്നിട്ട് ഞങ്ങൾ അവിടെ ഞങ്ങൾ ഏതെങ്കിലും ഒരാളുടെ ഒരു ID പ്രൂഫ് കാണിക്കും. അതെല്ലാം കാണിച്ചിട്ട് ഞങ്ങൾ ലോക്കർ 200 രൂപയാണ് ചാർജ് വരുന്നത്. അതെല്ലാം എടുത്ത് റെഡിയാക്കി. അപ്പോൾ ആദ്യം വന്നത് ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതെന്നും, അപ്പോൾ ഞാൻ വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ അവൾ പ്ലിങ്ങി മാറി അങ്ങ് പോയി. പാവൻ്റെ നാദി. അങ്ങനെ ഞങ്ങൾ ലോക്കറിൻ്റെ ചാവിയെല്ലാം മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ലോക്കർ സെക്ഷനിലോട്ട് പോവുകയാണ്. ശ്രദ്ധിക്കുക, ഇനി ഞങ്ങൾ